ഒരു സ്ത്രീയുടെ ഭൂരിഭാഗം ജീവിതവും ജീവിക്കുന്നത് അടുക്കളയിലാണ്. 10-16 മണിക്കൂർ അടുക്കളയും ഫുഡ് ഉണ്ടാക്കലും മാത്രമാണ് ഒരു സ്ത്രീയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു വീട്ടില് അപ്പനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി, ആരാണ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത്? അമ്മയുടെ പേരാ പറയുന്നത്. ഈ അമ്മ അവസാനം എന്താ പറയാ, അമ്മ അങ്ങനെയാണ് എന്ന രീതിയിലേക്ക് മക്കൾ വരും. ഈ സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ഉറക്കം വേണം എന്ന് പറയുന്നത് ശരിയാണ്? ഒരു വീട്ടിലെ മൊത്തം പണി കഴിഞ്ഞേച്ച് ഒരു സ്ത്രീ കുളിച്ച് ഇതായി ബെഡ് വരുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു സമയം, ആ സമയത്ത് ചിലപ്പം പുരുഷൻ കൂർക്കം വലിക്കുമായിരിക്കും. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് പുരുഷന് നേരെ എഴുന്നേറ്റാൽ മതി. ഭാവിയിൽ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അമ്മ ബുദ്ധിമുട്ടുന്ന പോലെ നീ അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാൻ. മേശപ്പുറത്ത് പോയിരുന്നിട്ട് ചായ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അടുക്കള കയറി ചായ ഉണ്ടാക്കണം. ആദ്യമേ കല്യാണം കഴിച്ചേച്ച് ഇവര് നല്ല രീതിയാകാനായിട്ട് ഒന്നും പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല. പിന്നെ ഹസ്ബൻഡ് ആ ഭാഗത്തേക്ക് എടുക്കത്തില്ല. ഞാന് ചോറ് വെക്കുമ്പോൾ നിങ്ങൾ കറി വെക്കണം, ഓക്കെ ആണോ? അത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിനുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു പരിഷ്കാരി വന്നേക്കുന്നു. പക്ഷെ അടുത്ത തലമുറ മൊത്തം ഈ ട്രാക്കിലുള്ളവരാണ്. അവർക്ക് ഇത് മനസ്സിലാവും. ഫാറ്റ് ലിവർ ഉള്ളവർക്ക്, PCOD പ്രശ്നമുള്ളവർക്ക്, തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക്, ഇൻസുലിൻ വല്ലാതെ കൂടുന്നവർക്ക്, ഈസ്ട്രോജന്റെ അകത്ത് വേരിയേഷൻ വരുന്നവർക്ക്, ഈ ഹോർമോണൽ പ്രശ്നം കൊണ്ട് തന്നെ ഉറക്കം ക്ലിയർ ആകാതെ പോകും. പലപ്പോഴും ഉറക്കം ക്ലിയർ ആയെങ്കിൽ മാത്രമേ ശരീരം റിപ്പയർ ആകത്തുള്ളൂ. സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് 2 പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇപ്പം എനിക്കുണ്ട്. ഇപ്പം ഞാൻ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരേ പ്രശ്നമാണ്, രാത്രിയാകുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല, അല്ലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഉറക്കം വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? വല്ല അസുഖമാണോ? അസുഖമാണെന്ന് ചോദിച്ചാൽ ബോഡി അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകാത്തതിന്റെ പ്രശ്നമാണ് ഉറക്കം ക്ലിയർ ആകാത്തത്. പലപ്പോഴും ഉറക്കം ക്ലിയർ ആയെങ്കിൽ മാത്രമേ ശരീരം റിപ്പയർ ആകത്തുള്ളൂ. അപ്പോൾ ഉറക്കം ക്ലിയർ ആകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വണ്ടി നമ്മൾ സർവീസ് സ്റ്റേഷനിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാരേജിലേക്ക് കയറ്റിയെങ്കിൽ മാത്രമേ അവിടെ സർവീസ് പരിപാടി നടക്കത്തുള്ളൂ. ഓടിക്കൊണ്ടിരുന്ന നടക്കില്ല. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഒരു പരിധി കൂടുതലൊന്നും അതിന്റെ റിപ്പയർ പണികളൊന്നും നടക്കില്ല. അപ്പോൾ എല്ലായിടത്തും ഓടി വന്നു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കയറ്റി വെച്ചാൽ അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ കയറ്റി വെക്കുന്ന സമയത്ത് പോലും അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അവകാശപ്പെടുകയാണ്, ഞാൻ 10 മണിക്ക് കിടക്കുന്നു, 7 മണിക്ക് എഴുന്നേക്കുന്നു, പക്ഷെ മര്യാദക്ക് ഉറക്കമില്ല. അപ്പൊ ഉറക്കമില്ലാതാകുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇപ്പം ഫാറ്റ് ലിവർ ഉള്ളവർക്ക്, PCOD പ്രശ്നമുള്ളവർക്ക്, തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക്, ഇൻസുലിൻ വല്ലാതെ കൂടുന്നവർക്ക്, ഈസ്ട്രോജന്റെ അകത്ത് വേരിയേഷൻ വരുന്നവർക്ക്, ഈ ഹോർമോണൽ പ്രശ്നം കൊണ്ട് തന്നെ ഉറക്കം ക്ലിയർ ആകാതെ പോകും. അപ്പൊ അത് നമ്മൾ ശരിയാക്കേണ്ടതാണ്. അതായത് നമ്മൾ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ ഇപ്പം ജോൺ മറീൻസിൽ ക്ലിയർ ആയിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമോണൽ ഇംബാലൻസിന് ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോഷകക്കുറവാണ്. അതിൽ മെയിനായിട്ട് അയനും വിറ്റമിൻ ഡി ആണ്. ഈ അയനും വിറ്റമിൻ ഡിയും പ്രോപ്പറായിട്ട് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭൂരിഭാഗം പ്രശ്നം. പിന്നെ മഗ്നീഷ്യം എന്ന് പറഞ്ഞ പോഷകം, ഇതൊക്കെയാണ് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. അതായത് റിലാക്സ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. വെള്ളം കൂടി ഭയങ്കര കുറവായിരിക്കും. ഈ ഡീഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് ബോഡിക്ക് വേണ്ടുന്ന, അതായത് ആ സമയത്ത് എല്ലാ സെൽസിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ബോഡി ഒന്ന് റിലാക്സ് ആകത്തേ ഇല്ല. അപ്പൊ ഡീഹൈഡ്രേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയും. വയറ് ശരിയില്ല, അതായത് മോഷൻ ക്ലിയർ അല്ല, അസിഡിറ്റി പ്രശ്നങ്ങളാണ്, ഗ്യാസ് കീറുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. അത് ശരിയാക്കി എടുക്കണം. പിന്നുള്ള വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. സ്ട്രെസ് ഇങ്ങനെ കയറുകയാണ്. സ്ട്രെസ് കയറുന്നതിനകത്ത് ഒരു കാരണം ഹോർമോണലാണ്. എന്നാലും ഡയറ്റിൽ വരും, തൈറോയ്ഡ് പ്രശ്നങ്ങൾ വരും. ഈ അയനും വിറ്റമിൻ ഡി എടുക്കുമ്പോൾ തന്നെ സ്ട്രെസ് പറയും പലരുടെയും. അപ്പം ഇങ്ങനത്തെ പല കാരണങ്ങളിൽ സ്ട്രെസ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ചിലപ്പോൾ ചെറിയ ഒരു സില്ലി ആയിട്ടുള്ള കാര്യമായിരിക്കും അന്ന് നടന്നത്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ രാത്രിയിൽ ഡിസ്റ്റർബ് ആയിരിക്കും. പലപ്പോഴും നമ്മളുടെ ആങ്സൈറ്റി കാരണം നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആങ്സൈറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നുള്ള ഒരു പരിധി കൂടുതൽ നമ്മൾ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത പ്രശ്നങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പ്രൊഫഷണൽ ആയിട്ട് അത് ഡീൽ ചെയ്യണം. നമ്മളിത് ഓക്കെയാണ്, നാളെ ശരിയാവും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അടുത്തോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തോ ഒന്നും ഇത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യേണ്ടത് പ്രൊഫഷണൽസിന്റെ അടുത്താണ്. സൈക്കോളജിസ്റ്റുകള്, ഡോക്ടർമാര്, ഡയറ്റീഷ്യന്മാര്, ഇങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടുന്നു. അല്ലാതെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ ഡിസ്കസ് ചെയ്ത സൊല്യൂഷൻ കിട്ടത്തില്ല. നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, അവർക്ക് നമ്മളുടെ അത്രയ്ക്കും നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ മാത്രമേ അവർ നമ്മുടെ കാര്യം കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറയത്തുള്ളൂ.
അതെ. ബാക്കി ആൾക്കാർക്ക് ഉള്ളിൽ സന്തോഷമാണ്. അതെ. അങ്ങനെ ആയിരുന്നു നല്ലതായി എന്നുള്ള രീതിയിൽ വരും. അപ്പൊ എപ്പോഴും ഇത് പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ഉറക്കം വേണം, അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ച് നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയുന്നത് ശരിയാണോ? സ്ത്രീകളും പുരുഷന്മാർക്കും രണ്ടുപേർക്കും ഉറക്കം ആവശ്യമാണ്. ഓക്കെ. സ്ത്രീകളിൽ കൂടുതൽ എന്നുള്ളതിനെക്കാട്ടിലും സ്ത്രീകൾ പലപ്പോഴും ഇപ്പം ഒരു വീട്ടിലെ മൊത്തം പണി കഴിഞ്ഞേച്ച് ഒരു സ്ത്രീ കുളിച്ച് ഇതായി ബെഡ് വരുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു സമയം, ആ സമയത്ത് ചിലപ്പം പുരുഷൻ കൂർക്കം വലിക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും തീർത്തേച്ച് വരുന്നൊരു സമയമുണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് പുരുഷന് നേരെ എഴുന്നേറ്റാ മതി. ഒരു സ്ത്രീക്ക് അടുക്കളയിൽ കയറണം, നാളെ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ വരും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് വേണം. അതേപോലെ തന്നെ പകല് ഇന്ന സമയത്തിനുള്ളിൽ കുട്ടികളെ സ്കൂളിൽ വിടണം. അപ്പൊ വീട്ടുകാരുടെ കാര്യം നോക്കണം. ഹസ്ബൻഡ് ചിലപ്പം ജോലിക്ക് പോകുന്നവരായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ സ്ത്രീ തന്നെ ജോലിക്ക് പോകുന്ന ആളായിരിക്കും. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഉറക്കം എന്ന് പറയുന്നതിനകത്ത് ഡീപ്പ് സ്ലീപ്പ് വളരെ കുറവായിരിക്കും. ഈ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പം നമ്മൾ അതിനെ അതായത് ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഈ എന്താണ് ഒരു സ്ത്രീയെ വെച്ച് നോക്കി രാവിലെ അടുക്കള കയറി കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞേച്ച് എല്ലാവരെയും വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യം ഉണ്ടാക്കണ്ടേ. ഇവര് ഫുഡും കഴിച്ച് ഒന്ന് റെഡിയായി രാവിലത്തെ കഴിഞ്ഞല്ലോ, പിന്നെ ഉച്ചക്കത്തെ ഉണ്ടാക്കണ്ടേ. ഇനി ഉച്ചക്കത്തെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫുഡും കഴിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അങ്ങാണ് ഒരു ഗ്യാപ്പ് കിട്ടി. അന്നേരമാണ് വൈകുന്നേരത്തെ രാത്രിത്തെ ഫുഡിന്റെ കാര്യം നോക്കുന്നത്. ഒരു സ്ത്രീയുടെ ഭൂരിഭാഗം ജീവിതവും ജീവിക്കുന്നത് അടുക്കളയിലാണ്. അപ്പൊ ഇങ്ങനെ അവിടെ കിടന്ന് ജീവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഈ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ, അതായത് ഇന്ത്യയിലാണ് ഇത്രയും വെറൈറ്റി ഫുഡുകളും വെറൈറ്റി രീതികളും, രാവിലെ കഴിച്ചത് പിന്നെ ഉച്ചക്കില്ല, ഉച്ച കഴിച്ചത് രാത്രിയില്ല, ഇങ്ങനൊന്നും അല്ല. അതായത് സിമ്പിൾ ആയിട്ട് ജീവിക്കാനുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇത്രയും വെറൈറ്റി ആയിട്ട് കഴിക്കുന്നതിന് പകരം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഫുഡുകൾ തന്നെ മതി. അത് വീട്ടുകാരത് സഹകരിച്ച പ്രശ്നം തീരും. ഇത് വീട്ടുകാരാണ് അടുക്കള കയറത്തില്ല. ഇത് ഒരാൾ കിടന്ന് ഇവിടുന്ന് കഷ്ടപ്പെടണം. എന്നിട്ട് ഈ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ആ 24 മണിക്കൂറിൽ ഓൾമോസ്റ്റ് ഒരു 10-16 മണിക്കൂർ അടുക്കളയും ഫുഡുണ്ടാക്കലും മാത്രമാണ് ഒരു സ്ത്രീയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഭാവിയിലേക്ക് വരുവാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും മെച്ചം കിട്ടത്തുള്ളൂ. അതിനെന്താ ചെയ്യണം? ഹസ്ബൻഡിനെ നന്നാക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി അത്രയും പ്രായമായിരിക്കുന്ന ഒരാളാണ്, ശീലിച്ചതേ അങ്ങനെയാ. പക്ഷെ മക്കളുടെ കാര്യത്തിലെങ്കിലും ആ ഒരു സ്ത്രീക്ക് ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തേച്ച് മക്കളെ അടുക്കളയിൽ കയറ്റണം. മക്കൾക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പാത്രം കഴിക്കുന്നത്, എങ്ങനെയാണ് അരിയുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഭാവിയിൽ ഇനിയും അവര് കല്യാണം കഴിക്കുന്ന സമയത്ത് പോയിട്ട് മേശപ്പുറത്ത് പോയിരുന്നിട്ട് ചായ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ആ അടുക്കള കയറി ചായ ഉണ്ടാക്കണം. ഇനി മുന്നോട്ടുള്ളതെന്ന് പറയുന്നത്, അതായത് പണ്ടാണ് പെൺകുട്ടികളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അത് പഠിപ്പിച്ചതിന്റെ പ്രശ്നമാണ്. അപ്പൊ ആരാണെങ്കിലും ചെയ്യണം. കാരണം ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും വീട്ടിലല്ല, ചിലര് ബാംഗ്ലൂർ, ചിലർക്ക് പുറത്ത്, അങ്ങനെയൊക്കെയായിട്ട് താമസിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ശീലമില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പലരുടെയും പ്രശ്നം ഉണ്ടാകുന്നത് അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. അപ്പോ അമ്മ ആയിരിക്കണം നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട കാര്യം, ഭാവിയിൽ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അമ്മ ബുദ്ധിമുട്ടുന്ന പോലെ നീ അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഒരു മോളോടാണേലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അതായത് നിന്റെ കാര്യം നീ നോക്കണം, നീ ചെയ്യണം. അതേപോലെ തന്നെ ഹസ്ബൻഡിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യം ചെയ്യണം. അല്ലാതെ ആദ്യമേ കല്യാണം കഴിച്ചേച്ച് ഇവര് നല്ല രീതിയാകാനായിട്ട് ഒന്നും പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ഹസ്ബൻഡ് ആ ഭാഗത്തേക്ക് എടുക്കത്തില്ല. അപ്പൊ എന്നാ സംഭവം, ഇതെല്ലാം ഞാൻ ചെയ്യണോ, എന്റെ ഇതാണോ, ഞാൻ തുണി അലക്കണം, ഞാൻ ഇത് ചെയ്യണം, ഞാൻ തൂത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ആരുടെ മിസ്റ്റേക്കാ? ആദ്യമേ കാര്യം പറയണത് ഇതൊക്കെയാണ് പരിപാടി, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാനുള്ളൂ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ രീതി, നിങ്ങളെ വേറെ രീതി ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ കല്യാണം കഴിച്ചാൽ മതി. ഇതൊന്നും അല്ലാതെ എന്തിനാ കല്യാണം കഴിക്കില്ല? ഇല്ല, വേണ്ട. അപ്പൊ ഇതൊക്കെ സംബന്ധിച്ച് ഓക്കെയാണ്. ഓക്കെ, ഞാന് ചോറ് വെക്കുമ്പം നിങ്ങൾ കറി വെക്കണം, ഓക്കെ ആണോ? അത് അറിഞ്ഞിരിക്കണം. ഇതൊന്നും അല്ലാതിരിക്കുമ്പോഴാ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കേൾക്കുന്നവർക്ക് പിന്നെ ഇതൊക്കെ ഒരു പരിഷ്കാരി വന്നേക്കുന്നൊക്കെ പറയും. പക്ഷെ അടുത്ത തലമുറ മൊത്തം ഈ ട്രാക്കിലുള്ളവരാണ്. അവർക്ക് ഇത് മനസ്സിലാവും. കാരണം പഴയ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പഴയ ആൾക്കാരെന്ന് പറയുമ്പോൾ അയ്യോ ഭർത്താവിന്റെ കാലം തൊട്ടിരിക്കുന്ന ആൾക്കാർ, അവർ തൊഴിച്ചാലും ഓക്കെ, തെറി പറഞ്ഞാലും ഓക്കെ, അവരുടെ ഭാഗത്തു നിന്നുള്ള എന്ത് പ്രശ്നത്തിനാണെങ്കിലും നമ്മൾ അനുഭവിക്കുക, ഇതൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം മാറി.
ഇപ്പൊ ട്രാക്ക് മാറി. അതുകൊണ്ട് എത്ര പെട്ടെന്നാണ് അടുത്ത തലമുറ വന്നപ്പോൾ തന്നെ രീതികൾ മാറുന്നത്. ഞാൻ എന്റെ ചിന്താഗതിയാണ് ഇപ്പൊ പുതിയ ആൾക്കാരുടെ. ഇവര് ഒത്തിരി ആൾക്കാർ വരുമ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവരുടെ മനസ്സിലിരിപ്പ് ഇതാണ്, ഇങ്ങനെയാണ് അവർക്ക് വേണ്ടത്. ഈ ജെൻസികളുടെ ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യങ്ങൾ ഇതാണ്. അതായത് അവർക്ക് റെസ്പെക്ട് വേണം. നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓക്കെ. അല്ലാതെ എനിക്ക് കുറെ പൈസ വേണ്ട. നിങ്ങൾ കുറെ പൈസ തന്നു, അല്ലെങ്കിൽ എനിക്ക് വലിയ കുടുംബം, വലിയ സംഭവം ഒന്നും വേണ്ട. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി റെസ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുവോ ജീവിക്കുവോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് കറക്റ്റ്. ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് ജോലികളിലൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ. അവർക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് വർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അവർ വർക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. പുറമേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും സ്ത്രീകൾക്ക് ബ്രേക്ക് വേണം, സ്ത്രീകൾക്കും മെൻ്റലി അവർക്ക് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് സമയം വേണം എന്നൊക്കെ. റീലുകളിൽ ഇപ്പം മഞ്ജു വാര്യറിൻ്റെ കംബാക്കൊക്കെ ആഘോഷിക്കുന്ന നമ്മളുടെ സ്വന്തം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഓക്കെ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നീ ഇതിന് കേപ്പബിൾ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അവർ ആ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ റീൽസിൽ മാത്രം മതിയോ സ്ത്രീകൾക്കുള്ള കയ്യടി എന്നാണ് ചോദ്യം. ശരിക്കും കയ്യടി എന്ന് പറയുമ്പോഴും 100% എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു 1% ഒക്കെ ഉള്ളൂ. അതെ, ബാക്കിയുള്ള ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും തിരിച്ചു വരവിന് അതിനനുസരിച്ചുള്ള ഒരു സ്വീകാര്യത കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കഴിവുള്ളവർ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട്. അവർ സെലിബ്രിറ്റികളാണ്, ബിസിനസ് ആൾക്കാരാണ്, ഫിലിം ഫീൽഡിലുള്ളവരാണ്. ഇവർക്കൊക്കെ കഴിവുള്ളവരാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ദിവസം ജീവിച്ചു തീർക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ്. ഫുൾ ടൈം എൻഗേജ് ആയി നിന്നില്ലെങ്കിൽ ഡിപ്രഷൻ കയറും. അപ്പൊ ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഫുൾ ടൈം അതായത് മെഡിസിൻ എടുത്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ റീൽസിനും കാര്യങ്ങളിലും ഒക്കെ ഇവര് വളരെ വളരെ ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഒക്കെ കാണുന്നു എന്നുണ്ടെങ്കിലും അവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് 99% ആൾക്കാരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സാഡാണ്. റിയൽ ലൈഫും റിയൽ ലൈഫ് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളെ എടുത്തു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അവർ നന്നായിട്ട് അഭിനയിക്കുന്നു, നല്ല രീതിയിൽ പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ആ സന്തോഷം നമ്മൾ എടുത്താൽ മതി. അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ ഭൂരിഭാഗം ആൾക്കാരെ വെറുക്കാനേ സമയം കാണത്തുള്ളൂ. ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെ സന്തോഷമായിട്ട് തന്നെ എടുത്താൽ മതി. പക്ഷെ ആ സന്തോഷം തന്നെയാണ് അവരുടെ റിയൽ ലൈഫ് എന്നുള്ളത് വിചാരിക്കരുതെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അയ്യോ, ഞാൻ എന്തോരം കഷ്ടപ്പെടുകയാണ്, എന്റെ കൂടെ പഠിച്ചവര്, എന്റെ കൂടെ ജോലി ചെയ്തവര്, അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ ഇത് നല്ല നിലയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. പക്ഷെ അവര് ശരിക്കും ഉള്ളിലൂടെ കരയുമായിരിക്കും. ആ കരയുന്ന കാര്യങ്ങൾ ആരും കാണുന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ല ശരിക്കും പറഞ്ഞ റിയാലിറ്റി. ഈ പറയുന്ന പല ആളുകളും നമ്മുടെ എന്താ പറയാ മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഒരു ബിസിനസിന്റെ ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഇത്ര വണ്ടിയുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ഹാപ്പി ഫാമിലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചേച്ച് നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ റിയൽ ആയിട്ട് ഹാപ്പി ആകുന്ന ആൾക്കാരും ഇതിനെ കൊട്ടി ഘോഷിച്ചേച്ച് ഇങ്ങനെ പുറത്തൊന്നും കാണിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും ഒരു 30, 35, 40, 50 വയസ്സിലുള്ള സ്ത്രീകളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ്. ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിയുമ്പോൾ അവരുടെ സ്വന്തം കൺട്രോൾ പോവുകയാണ്. പലപ്പോഴും പോഷകക്കുറവ് വരുമ്പോഴത്തേനും ഇറിറ്റേഷൻ കൂടുകയാണ്. അപ്പം എപ്പോഴും നോക്കിയാൽ മതി, ഒരു വീട്ടില് അപ്പനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി ആരാണ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്ന് ചോദിച്ചാൽ അമ്മയുടെ പേരാ പറയുന്നത്. അപ്പം അമ്മ തൊട്ടേനും പിടിച്ചതിന് എല്ലാത്തിനും വഴക്കാം. പക്ഷെ പലപ്പോഴും ഈ അമ്മ അവസാനം എന്താ പറയാ, അമ്മ അങ്ങനെയാണ് എന്ന രീതിയിലേക്ക് മക്കൾ വരും. അപ്പൊ എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ കാര്യത്തിനും പ്രശ്നമാണ്. അപ്പം പലപ്പോഴും ഇതിന്റെ ആ ലിങ്ക് നഷ്ടപ്പെടും. അതായത് ഓക്കെ, എന്റെ കാര്യങ്ങൾ തുറന്ന് പറയാം എന്നുള്ളൊരു സംഭവം നഷ്ടപ്പെടും. കാരണം എന്ത് പറഞ്ഞാലും ആയിരിക്കും. പലപ്പോഴും എന്താ പറയാ, അമ്മമാരുടെ ടെൻഷൻ കാരണമാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഈ ടെൻഷൻ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഹോർമോണൽ പ്രശ്നമാണ്. പക്ഷെ ഇത് ശരിയാക്കാതെ നമ്മൾ ആ കുഴി കടന്ന് തന്നെ വഴക്കമുണ്ടാക്കി ബഹളം വെച്ച് കരഞ്ഞ് ഉറക്കമില്ലാതായി ഇറിറ്റേറ്റഡ് ആയി ഇങ്ങനെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ പ്രൊഫഷണൽസ് ഉള്ളപ്പോൾ, അതായത് സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടർമാര് ഇതൊക്കെ ഉള്ള സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താതെ നമ്മൾ അവിടെ തന്നെ കടന്ന് ഇതാക്കുമ്പോഴേ പ്രശ്നം. അതുകൊണ്ട് കംബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കും എവിടെ വേണമെങ്കിലും ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അവരും കൂടെ വിചാരിക്കും. അതിനിപ്പോ നമ്മള് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും?
സാരമില്ല മോളെ, കുഴപ്പമില്ല എന്നുള്ളത് പറയുന്നതല്ലാതെ അതെ. എന്ത് സൊല്യൂഷൻ അമ്മയ്ക്ക് തരാൻ പറ്റും? ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. മെന്റലി സപ്പോർട്ട് കൊടുക്കുക. ഇനി അടുത്ത തവണ വഴക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു, ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹോർമോണൽ പ്രശ്നമുണ്ടോ ശരിയാക്കണം. ഇപ്പൊ നമ്മൾ ജോംബരീസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ത്രീകളാണ് ഉള്ളത് ഭൂരിഭാഗം. ഇവരുടെ പ്രശ്നങ്ങളിലെല്ലാം ഇത് തന്നെയാണ്. കാരണം ഇവർ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല ഇവര്. ഇപ്പം ഇന്നാണെങ്കിൽ നമ്മൾ കൺസൾട്ടേഷന് വന്ന ഒരാള് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഭർത്താവിന്റെ പ്രശ്നം എന്താന്നുള്ളത് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ചെറിയ രീതി പറയുന്നത് ഭാര്യ ഒത്തിരി വലിയ രീതിയിലേക്ക് പറയാം. ഞാൻ പറഞ്ഞു ഇവർക്ക് കുഴപ്പമില്ലല്ലോ. ഇല്ല, കുഴപ്പമുണ്ട്. അതായത് ഭർത്താവിന്റെ പ്രശ്നങ്ങളൊക്കെ ഭാര്യയ്ക്കാ പ്രശ്നം. ഭർത്താവ് പറയില്ല ഡോക്ടർ, അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഉറക്കം എങ്ങനെ ഉണ്ട്? ഉറക്കം കുഴപ്പമില്ല. ഇല്ല ഡോക്ടർ, ഉറങ്ങുന്നേ ഇല്ല. ഇല്ല, ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ രണ്ട് രീതിയാണ് പറയുന്നത്. പിന്നെ ഇറിറ്റേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അരിശം ഇതൊക്കെ എങ്ങനെയുണ്ട്? ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ഇല്ല ഡോക്ടർ, ചെറുതല്ല. എന്ന് വെച്ചാൽ ഈ എല്ലാ ഇൻസിഡന്റുകളും പറയുമ്പോൾ ഇവര് രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയായി. ഇപ്പൊ ദേഷ്യം അരിശമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് ആൻസർ പറയാൻ പറ്റില്ല, കൂടുതലുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പല പ്രശ്നങ്ങളെ കുറിച്ച് ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നത് വൈഫാണ്. വൈഫിന് ഏറ്റവും കൂടുതൽ കൺസേൺ ഹസ്ബൻഡിന്റെ ആരോഗ്യത്തെ കുറിച്ചാണ്. ഹസ്ബൻഡിനെക്കാട്ടിലും 10 ഇരട്ടി മോശമായ അവസ്ഥയിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പം ഇവരത് അല്ല മൈൻഡ് ചെയ്യുന്നത്. ഇവർക്ക് ഇവിടെ ശരിയാക്കണം, മക്കളെ ശരിയാക്കണം, അപ്പനമ്മയെ ശരിയാക്കണം, ഇത് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ ട്രാക്കിൽ നിന്നും മാറ്റി പിടിച്ചാൽ രക്ഷപ്പെട്ട്. കാരണം അവരവരുടെ കാര്യത്തിനകത്ത് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഇറിറ്റേഷൻ കുറയുമല്ലോ. ഒരു പരിധി കൂടുതൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്, ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ്, ഈ പോഷകക്കുറവ് കൊണ്ടാണ്, പലതരം ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്. അത് ശരിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭാവിയിലേക്ക് വരുന്ന സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 50-ാമത്തെ വയസ്സിൽ ഇവർക്ക് തിരിച്ചു വരണോ? വരാം, ഒരു കുഴപ്പമില്ല. നല്ല പ്രായം, ഒരു 10-15 കൊല്ലം കല്യാണം കഴിച്ച് ഒന്നും ചെയ്തില്ല, വേസ്റ്റ് ആയി പോയി, പഠിച്ചത് പോയില്ല, ജോലിക്ക് പോയില്ല, എല്ലാം ഓക്കെ, കുഴപ്പമില്ല. എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത് അന്നേരം ഇറങ്ങിയാൽ മതി. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ളപ്പം പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. ആ പ്രൊഫഷണൽ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് വേണം നെക്സ്റ്റ് ഒരു കംബാക്ക് നടത്താൻ. ഏതും ആയിക്കോട്ടെ, ഒരു നടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ കുറെ നാളെ ഫീൽഡിലില്ല. നെക്സ്റ്റ് വരുമ്പോൾ അവര് എനിക്ക് ഹെൽപ്പ് വേണമെന്ന് വാതുറന്ന് ചോദിക്കുമ്പോഴാണ് ഹെൽപ്പ് കിട്ടുന്നത്. അല്ലാതെ ആരും ഇങ്ങോട്ട് വന്ന് ആരും ഹെൽപ്പ് ചെയ്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് നമ്മൾ വരാനായിട്ടുള്ള ഒരു മനസ്സ് വേണം, താല്പര്യം ഉണ്ടാകണം, പിന്നെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കണം. പലപ്പോഴും പല പോഷകങ്ങളും ഒക്കെ ആകുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും, ഡിസിഷൻ എടുക്കാനും പറ്റും. ഇത് അതൊന്നും ഇല്ലാതാകുമ്പോഴാണ് അതൊന്നും പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് അവരവർ തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നത് സമ്പത്തോ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് എന്താണ് അതാണ് അവരുടെ സക്സസ്. അത് അവർ തീരുമാനിച്ചാൽ അവർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്ടമാവും ഈ സെഷൻസ്. ഡോക്ടർക്ക് ഒരുപാട് ഉള്ളത് നേരത്തെ പറഞ്ഞു, സ്ത്രീ പേഷ്യൻസ് ആണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സ്ത്രീകളാണ് ആരാധകരായിട്ട് കൂടുതലുള്ളത്. അപ്പോൾ ഇനിയും നമുക്കൊരു വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ബാക്കിയുള്ള ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യണം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.